ഇതൊക്കെ എന്താ? അമ്മാവനെന്തിനാ കെട്ടിയിട്ടിരിക്കുന്നേ? ആ കുഞ്ഞിന്റെ അമ്മാവണ്ടല്ലേ തൈത്തടം ദേവി അടിച്ചു മാറ്റിക്കൊണ്ട് പോവാൻ നോക്കിയത്. ഞങ്ങളിതാ സമയത്തിന് കണ്ടതുകൊണ്ട് പിടിച്ച് ഞങ്ങൾ എല്ലാരും കൂടെ പിടിച്ച് കെട്ടി ഇവിടെ വെച്ചത്. അല്ലെങ്കിൽ ഇയാൾ ഇതും കൊണ്ട് മുങ്ങിക്കളഞ്ഞാൻ ഇവിടുന്ന്. എന്റെ പൊന്നങ്കിൾ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ എന്തിനാ പോയേ? അതെ, പുരാവസ്തുവൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ കിട്ടുമെന്ന് സ്റ്റെഫി മോള് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. എന്റെ അമ്മാവ എന്നും പറഞ്ഞ് ദൈവത്തിന്റെ വിഗ്രഹമാണ് അടിച്ചു മാറ്റുന്നത്. അത് വിഗ്രഹമാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു മോളെ. അതെ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ചു. അല്ലെങ്കിൽ അവന്മാര് പോലീസിൽ പിടിച്ചു കൊടുത്താൽ എന്നെ കൊണ്ടുവന്ന് ജയിലിലിടും. കരയാണ്ടിരിക്കുക, ഞാൻ നോക്കാം. ബാക്കിൽ ഒരുത്ത എന്നെ പേടിപ്പിക്കണം. അമ്മാവന് വട്ടാ നമുക്ക് പറഞ്ഞാലോ? വട്ടാണെന്നോ? ശരിയാവത്തില്ലടോ. ഇതല്ലാതെ നമുക്ക് ഇവിടുന്ന് തടി വരാൻ വേറെ മാർഗമില്ല. ആണോ? അത് തന്നെ പറയാം. ഏറ്റുപിടിച്ചോണേ. എന്ത് പറഞ്ഞാലും സെറ്റാക്കിക്കോണം. അതെ, കൊച്ചിങ് വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ എന്തും പറഞ്ഞിട്ടാ അവിടുന്ന് മാറിയുന്നത്? അമ്മാനെ നോക്കിക്കോളന്നല്ലേ? ഇങ്ങനെ തലയ്ക്ക് വട്ടമുള്ള ഒരാളെ ഇങ്ങനെ അഴിച്ചു വിടാൻ പാടുവോ? അതിന് ചേച്ചി എന്നെ പറഞ്ഞിട്ട് എന്നാ കാര്യം? ഞാൻ എത്ര വട്ടം പറഞ്ഞ വട്ടമുള്ള ആളെ ഇങ്ങനെ അഴിച്ചു വിടരുത്, കെട്ടിയിടണോന്ന്. അതുകൊണ്ടാ നാട്ടുകാരിപ്പോ പിടിച്ചു കെട്ടിയിട്ടേക്കുന്നത്. ആർക്കടേ വട്ട്? വെറുതെ തോന്നിയാസം പറയരുത്. ഈ സ്റ്റെഫി കാര്യമാണ് ഞാൻ ഈ ഗതിയിലായത്, അറിയാമോ? വെറുതെ എന്റെ തലയ്ക്ക് വെച്ചാൽ നോക്കല്ലേ. നീന്നു പൊന്നു ചേട്ടാ, ഞാൻ പറയുന്ന ചേട്ടനൊന്ന് വിശ്വസിക്കണം. ശരി, വിശ്വസിക്കും. കുഞ്ഞു പറ. ഇത് എൻ്റെ അമ്മാവനാ. അമ്മാവന് ഒരു 2 ദിവസമായിട്ട് തലയ്ക്ക് തീരെ സുഖമില്ല. ഞങ്ങൾ ആക്ച്വലി ഡോക്ടറിനെയൊക്കെ കാണിച്ചപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ സൂക്ഷിച്ചും കണ്ടിട്ടൊക്കെ അമ്മാവനെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുത്തുന്നത്. ചാടിപ്പോയതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. അതുകൊണ്ട് അബദ്ധം പറ്റിയത് അമ്മാവൻ ഇതൊക്കെ. അല്ലാണ്ട് സത്യത്തിൽ അങ്ങനെ വിചാരിച്ചു, അങ്ങനെ സ്വന്തമായിട്ട് വിചാരിച്ച് അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരു മനുഷ്യനല്ല. അതുകൊണ്ട് ഇത് പോലീസ് കേസാക്കാണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ അമ്മാവനെ ഒന്ന് അഴിച്ചു വിടണം. പ്ലീസ് 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 പ്ലീസ്. കൊച്ചുങ്ങളിരുന്ന് കരയുന്നുണ്ടല്ലോ, എന്താ അഴിച്ചു വിടട്ടാ? ഇനി ഈ പരിപാടിയായിട്ട് പരിസരത്ത് കണ്ടുവരും പരിപാടിയായിട്ട്. ഇല്ല, അമ്മാവനെ ഇനി ഞങ്ങൾ ഈ പരിസരത്ത് കൊണ്ടുവരില്ല. അതെ, അമ്മാവൻ എപ്പോഴാ ഭ്രാന്തായത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. അതൊക്കെ ഞാൻ അറിയിച്ചു തരാം. ഓക്കെ? അയച്ചു വിടുവാ. അയ്യോ, കറക്റ്റ് സമയത്തിന് പോലീസും വന്ന്. ഇനിയൊക്കെ പോലീസ് തീരുമാനിക്കട്ടെ. എന്താ ഇവിടെ പ്രശ്നം? സാറേ, ഇദ്ദേഹത്തിന് മുഴുവട്ടാണ്. നമ്മളെ ദേവിയെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ പോയി. ഞങ്ങളിതാ പിടിച്ചു കെട്ടി വെച്ച് ഈ കുറ്റികൾ വന്ന് കരഞ്ഞുകൊണ്ട് ഞങ്ങളിതാ അഴിച്ചു വിട്ടു. ഇനി സാറായി, സാറിന്റെ പാടായി, ഞങ്ങളെ വിഗ്രഹവും കിട്ടി. ഇവന് വട്ടായ? 2 ദിവസമായി സാറേ, കുറച്ച് പ്രശ്നത്തിലാ. വട്ട് ഭ്രാന്തായി. വേണ്ട അമ്മാവ, എന്റെ മുറപ്പണ്ണിന് 8ന്റെ പണി കിട്ടി. നീ എന്നെ തേച്ചവനാണ്, നിനക്ക് അങ്ങനെ തന്നെ വേണോ? മണ്ട പോലീസ് പോടാ, മുഴുത്ത വട്ട ഭ്രാന്താടാ. തീറ്റി എടുക്കണല്ലോ കടി. എന്നാലും കറക്റ്റ് സമയത്ത് ഞാൻ ഐഡിയ പറഞ്ഞത് കൊണ്ട് അങ്കിള് രക്ഷപ്പെട്ടു. അതെ, എന്തായാലും എനിക്ക് ഭ്രാന്തെന്ന് പറയണ്ടായിരുന്നു. ആണോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്വാ, ഇങ്ങ് വാ, തിരിച്ച് അവരുടെ അടുത്തേക്ക് പോയിട്ടേ സത്യം പറഞ്ഞിട്ട് പോയി കീഴടങ്ങ്. അങ്ങനെയല്ല, അത് പിന്നെ സ്റ്റെഫി മോള് ലക്ഷക്കണക്കിന് രൂപ കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. വെറുതെ എന്റെ തലക്കിടില്ല. ഞാൻ അമ്മാവനോട് എന്താ പറഞ്ഞ? പുരാവസ്തു കൊണ്ടുവരാനല്ല, കണ്ട അമ്പലത്തിലെ ദേവി വിഗ്രഹമൊക്കെ എടുത്തോണ്ടല്ലോ ഞാൻ പറഞ്ഞു അമ്മാവനോട്. എന്റെ പൊന്നങ്കിളെ, ഓരോരുത്തർക്കും ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട്, അതേ ചെയ്യാൻ പാടുള്ളൂ. എന്നാലും കൊള്ളാം, അമ്മാവൻ കാരണം എന്റെ ഷിപ്മെന്റ് മിസ്സായിരുന്നു. അവിടെ അങ്ങനെ മോളെ ആ സാധനമൊന്നും ഇതായിട്ടില്ല. അതെ, ഇത് അവിടെ നിന്ന് കിട്ടിയതാണ്. ഇത് എത്ര രൂപയ്ക്ക് വരും? ഇത് എത്ര രൂപയെന്ന് അമ്മാവൻ അറിയണോ? അറിയണോ? ഇത്രയൊക്കെ കിട്ടിയിട്ടും പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി എന്ത് പറയാനാ? അറിയണോ?